ഹായ്, ഇന്നൊരു കുഞ്ഞ് സ്റ്റഡി വ്ളോഗാണ്. രാവിലെ 6:30 പഠിക്കാനിരുന്നത്. രാവിലെ പഠിക്കുന്നതാണ് എനിക്ക് വർക്കാവുന്നത്. കാരണം രാവിലത്തെ ആ സൈലൻസും അതുപോലെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ എണീറ്റ് ഏറ്റവും കഷ്ടമുള്ളതൊക്കെ പഠിച്ചു തീർക്കുക എന്നുള്ളത് എനിക്ക് വർക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരാട്ടോ. അവർ ലേറ്റ് നൈറ്റ് ആകുമ്പോഴാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. നമുക്ക് ഏത് സമയത്താണോ ഫോക്കസ് കൂടുതൽ കിട്ടുക അത് ഒപ്റ്റ് ചെയ്യുക എന്നുള്ള കേട്ടോ. അല്ലാതെ നമ്മളെല്ലാ വീഡിയോയിലും കോമൺ ആയിട്ട് കാണുന്ന പോലെ 5 മണിക്ക് എണീറ്റ് പഠിച്ചാലേ നമുക്ക് എല്ലാം തലയിൽ കയറും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം ഇംഗ്ലീഷ് ആട്ടോ പഠിക്കാനെടുത്തേ. സൈലത്തിൽ ഫാരിസാറിൻ്റെ ഇംഗ്ലീഷ് നോട്ട് ഞാൻ എഴുതിയെടുത്താട്ടോ പഠിക്കാറുള്ളത്. ആക്ച്വലി സമയം കുറവായതുകൊണ്ട് LP UPയുടെ നോട്ട് തന്നെ കേട്ടോ ഞാൻ ഇതിലും എടുക്കുന്നത്. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് കടന്നു. മാപ്പുകളൊക്കെ വരച്ച് പഠിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. അതാകുമ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ നല്ലോണം ബേസിക് ആയിട്ട് പഠിക്കാൻ പറ്റും. രാവിലത്തെ പഠിത്തം കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ചെയ്യുന്നത് ചെടികളുടെ ഇടയിൽ കൂടെ നടക്കലാട്ടോ. കാരണം രാവിലെ തൊട്ടേ ലാപ്പും ഫോണും ഒക്കെ നോക്കി പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ്സ് തോന്നും. അപ്പോൾ ഇങ്ങനെ ഒരു നേച്ചർ വാക്ക് നടത്തുന്നതും ചെടി നനയ്ക്കുന്നതും എനിക്ക് ഭയങ്കര റിലീഫ് തരാറുണ്ട് കേട്ടോ. പണ്ട് ഇതുപോലെ ഭീകരമായിരുന്നു പഠിച്ച് സ്ട്രെസ്സ് കൂടി മൈഗ്രെയിൻ വന്ന് കിടന്നപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതാ: ത്രൂ ഔട്ട് ഫോൺ നോക്കുന്നതിന് പകരം ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്ത് പച്ചപ്പിലേക്ക് നോക്കണം, അതും ലോങ് സൈറ്റ് ആയിട്ട് തന്നെ നോക്കണം. ഈ മുല്ലപ്പൂ പറിച്ചുകൊണ്ട് വരുന്നതും അതിൻ്റെ ഭംഗി കൊണ്ടല്ല കേട്ടോ, കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് അതെടുത്ത് മണത്ത് നോക്കുമ്പോൾ നല്ല സമാധാനം തോന്നാറുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും രാവിലത്തെ ഹിസ്റ്ററിയുടെ ബാക്കി ഭാഗം കേട്ടോ പഠിക്കുന്നത്. അനന്ത് സാർ എപ്പോഴും കഥകൾ പറഞ്ഞിട്ടാട്ടോ പഠിപ്പിക്കാറ്. അതുപോലെ മാപ്പ് ഉപയോഗിച്ച് ക്ലിയർ ആയിട്ടൊരു ചിത്രം സാറ് വരച്ചിടും കേട്ടോ. ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളേ. അപ്പോൾ ബൈ.